പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. അപ്പൊ 3 പേരുണ്ടായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. അത്ര നമുക്ക് അറിയാം. നിങ്ങള് വചനത്തിലൊക്കെ വളർന്ന ആൾക്കാരായതുകൊണ്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു. സാധാരണ ആൾക്കാരോട് ചോദിച്ചത് ഉത്തരം കിട്ടാറില്ല. ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളൊക്കെ പറഞ്ഞ് കേട്ടപ്പോ. പക്ഷെ നിങ്ങൾ വചനം പഠിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഈ ഒരു മോഡലേ ദൈവത്തിന് മുന്നിലുള്ളൂ, മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഏത് മോഡല്? ത്രിത്വത്തിന്റെ മോഡൽ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? ദൈവം 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 സ്നേഹമാവുന്നു അല്ലെ? അപ്പൊ ഇവർ തമ്മിലുള്ള ഒന്നാമത്തെ ബന്ധം എന്താ? സ്നേഹം. അപ്പൊ ആ സ്നേഹത്തിന്റെ മാതൃകയിലാണ് ദൈവം ആരെ സൃഷ്ടിക്കുന്നത്? കുടുംബത്തെ, വിവാഹം. കുടുംബത്തെ സൃഷ്ടിച്ചത്, ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത് പരിശുദ്ധ തൃത്വത്തിന്റെ മാതൃകയിൽ. അപ്പൊ നമ്മള് ഇങ്ങനെ ചിന്തിക്കാം, പരിശുദ്ധ തൃത്വത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും എവിടെ ഉണ്ടാവണം? കുടുംബത്തിലുണ്ടാവണം അല്ലെ? ഒന്നാമത്തെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹമാണ്. ഓക്കെ, ബാക്കി 3 പറയാമോ? പിന്നെ ദൈവത്തിന്റെ ക്വാളിറ്റി എന്തൊക്കെയാ? ഐക്യമുണ്ട് അല്ലെ? സ്നേഹമുള്ളിടത്ത് എന്തുണ്ടാവുള്ളൂ? ഐക്യം ഉണ്ടാവുള്ളൂ. അവര് തമ്മിൽ സ്നേഹം ഉള്ളതുകൊണ്ട് അവർ തമ്മിൽ ഐക്യമുണ്ട്, സംശയമില്ലല്ലോ. അപ്പൊ കുടുംബത്തിൽ എന്തുണ്ടാവണം? ഐക്യം ഉണ്ടാവണം. ഓക്കെ, 2 കാര്യം. ഇനി 3 പറയാം. ഐക്യത്തിന്റെ ഭാഗമല്ലേ? ഉദാഹരണത്തിന് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെന്താ? ശരിയാ, വിശ്വാസമല്ല, അന്ന് വെച്ച് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയാം. നമ്മള് കുർബാന കഴിഞ്ഞിട്ട് നിൽക്കല്ല, നിങ്ങള് സ്വർഗസ്നായ പിതാവെ ചൊല്ലിയപ്പോ കാനോനെ ആവർത്തിച്ച് പറഞ്ഞ വാർത്തയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ ദൈവത്തിന്റെ അടുത്ത ക്വാളിറ്റി എന്താ? വിശുദ്ധിയാണ്. വിശുദ്ധിയാണ്. അപ്പൊ ദൈവം ഛായയുടെ സാദൃശ്യത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താ ഛായ, എന്താ സാദൃശ്യം? ഇപ്പൊ പറയാമോ? സ്നേഹമാണ് ഛായ. ഐക്യം സ്നേഹത്തിന്റെ ഭാഗമാണല്ലോ. സ്നേഹമുള്ളിടത്ത് ഐക്യം ഉണ്ടാവുള്ളൂ. വിശുദ്ധിയാണ്. അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്നേഹത്തിനും വിശുദ്ധിയിലോ. വചനത്തിന് പ്രൂഫുണ്ടോ? ദൈവവചനത്തിന് പ്രൂഫുണ്ടോ? സ്നേഹത്തിനും വിശുദ്ധിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ വെറുതെ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. വചനത്തിലുണ്ടോ? എന്താ പറയുന്നത്? എവിടെയാ പറയുന്നത്? സ്നേഹത്തിനും വിശുദ്ധിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഉൽപ്പത്തിയിലുണ്ട്. ഉൽപ്പത്തിയിലെ സൃഷ്ടിയുടെ കഥ അല്ലെ? സൃഷ്ടികർമ്മത്തിന്റെ കഥ പറയുന്നിടത്ത് ഇത് രണ്ടും ഉണ്ട്. ഒളിച്ചിരിക്കാന്ന് പറഞ്ഞു. നമ്മളത് കണ്ടുപിടിക്കണം. ഓക്കെ, നേരിട്ട് പറഞ്ഞിട്ടില്ല, പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഹവ്വയെ സൃഷ്ടിച്ച് ആദത്തിന്റെ മുന്നിൽ നിർത്തിയപ്പം ആദം പറഞ്ഞ വാക്ക് പറയാമോ? ഇതാ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞാൽ എന്താ?